അസർ ബംഗ്ലാദേശിലെ പുതിയ കലാപത്തിൻ്റെ കാരണക്കാരൻ ഉസ്മാൻ ഷരീഫ് ഖാദി എന്ന ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ കൊലപാതകമാണ്. ആരാണ് ആ വിദ്യാർത്ഥി നേതാവിനെ കൊന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ബംഗ്ലാദേശ് സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. അവർക്ക് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. മോട്ടോർ ബൈക്കിൽ വന്ന ഒരു സംഘം ഖാദിയെ വെടിവെച്ചതിന് ശേഷം തടി തപ്പുകയായിരുന്നു. അവരെങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. ഇക്കഴിഞ്ഞ 12-ാം തീയതി വെടിയേറ്റ് 18-ാം തീയതി ഖാദി സിംഗപ്പൂരിൽ വെച്ച് മരിച്ചിട്ടും വെടിവെച്ചവരെക്കുറിച്ച് ഒരു സൂചനയും ബംഗ്ലാദേശ് സർക്കാരിന് കിട്ടിയിട്ടില്ല. അതിർത്തി കടന്നവർ ഇന്ത്യയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിട്ടുതരണം എന്ന് പറയാനല്ലാതെ ഇന്ത്യ വിരുദ്ധനായ ഖാദിയുടെ മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള തെളിവും ആർക്കും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഖാദിയുടെ രാഷ്ട്രീയ നിലപാടിനെതിരെ ബംഗ്ലാദേശിൽ അധികാരം മോഹിക്കുന്ന ചിലർക്ക് കലിപ്പുണ്ടെന്നും അവർ തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നും പറയുന്നവരുമുണ്ട്. ആരാണ് ഈ ഖാദി? എങ്ങനെയാണ് ഖാദി കൊല്ലപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഖാദിയുടെ മരണത്തിന് ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായത്? പരിശോധിക്കാം. ചലച്ചിത്ര സംവിധായകനും യുക്തിവാദിയുമായ സജീവൻ അന്തിക്കാട് വളരെ വ്യക്തമായി തന്നെ ഒരു കുറിപ്പ് ഈ ഖാദിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സജീവന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ബംഗ്ലാദേശിൽ തലയ്ക്ക് വെടിയേറ്റു കൊല്ലപ്പെട്ട ഷരീഫ് ഉസ്മാൻ ഖാദി ഒരു ജിഹാദി ആയിരുന്നോ എന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പുള്ളിയെപ്പറ്റി ജനറലായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഉസ്മാൻ ഖാദി ബംഗ്ലാദേശിൽ പൊടുന്നനെ ജനപ്രിയനായി മാറിയ ഒരു ചെറുപ്പക്കാരനാണ്. പൊടുന്നനെ എന്ന് പറഞ്ഞാൽ പൊടുന്നനെ തന്നെ, അതിശയോക്തി തീരെയില്ല. കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്ന വമ്പൻ ജനകീയ മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കൂട്ടങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഉസ്മാൻ ഖാദി. പക്ഷെ പേരെടുത്ത് പറയാൻ മാത്രം നേതാവായിരുന്നില്ല. ഇതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മീഡിയവും മാധ്യമവും തേജസ്സും ഒക്കെ പറയുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത് വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളെ കൊന്നുവെന്നാണ്. അത് യാഥാർത്ഥ്യമല്ല. ആ ആൾക്കൂട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ ഖാദി. ഉദാഹരണത്തിന്, വിപ്ലവം ജയിച്ചപ്പോൾ വന്ന പുതിയ നേതാക്കളുടെ പേരുകൾ നോക്കാം. ആസിഫ് മഹ്മൂദ്, ഷാജിൽ ഭുയാൻ, മദ്ഫൂജ് ആലം, നഹീദ് ഇസ്ലാം, ഹസ്നത്ത് അബ്ദുള്ള, സർജീസ് ആലം. ഉസ്മാൻ ഖാദിയുടെ പേര് പൊങ്ങി വന്നിരുന്നില്ല. ഇപ്പോൾ ഈ ബഹളം വെക്കുന്ന മീഡിയ വണിന്റെയും മാധ്യമത്തിന്റെയും ഒക്കെ അക്കാലത്തെ വാർത്തകൾ നോക്കുക. അവർ അക്കാലത്ത് ബംഗ്ലാദേശി ഹീറോകളായി വിദ്യാർത്ഥി നേതാക്കളെ വാഴ്ത്തിയിരുന്നവരിൽ ഈ ഖാദിയുടെ പേരുണ്ടായിരുന്നില്ല. പിന്നെങ്ങനെയാണ് ഖാദിയുടെ പേര് പൊങ്ങി വന്നത്? ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് പരസ്യവാചകം കണ്ടിട്ടില്ലേ? ഹസീനയെ ജനങ്ങൾ മറിച്ചിട്ടു എന്നറിഞ്ഞപ്പോൾ 2024 സെപ്റ്റംബർ 27 ഒരു പ്രശസ്തനായ ബംഗ്ലാദേശി മാധ്യമ പ്രവർത്തകൻ ധാക്കയിലേക്ക് തിരിച്ചു. പേര് മഹ്മൂദുർ റഹ്മാൻ. പുള്ളി അമർദേശ് എന്ന പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ ഏറ്റവും കടുത്ത വിമർശകരിൽ ഒരാളായിരുന്നു. അവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടർ. ഇയാൾ എത്രമാത്രം വിഷമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ 2013 പോകണം. അന്ന് ബംഗ്ലാദേശിലെ നിരീശ്വരവാദികളായ ബ്ലോഗർമാർക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ രംഗത്ത് വന്നപ്പോൾ നിരീശ്വരവാദികളെ കൊന്നു തീർക്കാനാണ് പുള്ളി തന്റെ പത്രത്തിലൂടെ ആഹ്വാനം ചെയ്തത്. ഇതൊന്നും ഹസീന സമ്മതിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അവർ അയാളെ പിടിച്ച് ജയിലിലടയ്ക്കും എന്നുറപ്പായപ്പോൾ പുള്ളി തുർക്കിയിലേക്ക് മുങ്ങി. പിന്നീട് ഈ വർഷം സെപ്റ്റംബർ 27 ധാക്കയിൽ പൊന്തി. ഓർക്കുക, പുരോഗമനവാദികളെ എതിർത്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. അയാൾ തുർക്കിയിൽ പോയി തുർക്കിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞു. ഷെയ്ഖ് ഹസീന വീണു എന്നറിഞ്ഞപ്പോൾ ഇവിടേക്ക് വരുന്നു. ഉസ്മാൻ ഖാദിയും സംഘവും അദ്ദേഹത്തെ എയർപോർട്ടിൽ വരവേറ്റു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുൻനിരയിൽ ഇല്ലായിരുന്ന ഉസ്മാൻ ഖാദി ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോകുന്നു. ഖാദിക്ക് അയാൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വീരനായിരുന്നു. അയാളുടെ വരവേൽപ്പ് ബംഗ്ലാദേശിൽ വലിയ ജനശ്രദ്ധ കിട്ടി. അതിന്റെ സംഘാടകനെ ഖാദി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഈ മാധ്യമ പ്രവർത്തകനെ സ്വീകരിച്ചാണ് ഖാദി മാധ്യമങ്ങളിൽ നിറയുന്നത്. പുതുതായി കിട്ടിയ മാധ്യമ ശ്രദ്ധ ഉസ്മാൻ ഖാദിയെ ഏതെങ്കിലും വലിയ പാർട്ടിയിലെ ചെറിയ നേതാവാകാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും പല രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി. ഒരു പാർട്ടിയിലേക്കും പുള്ളി പോയില്ല. ഹസീനയ്ക്കെതിരെ ഇറങ്ങിയ യുവരക്തങ്ങളിൽ ആസിഫ് മഹ്മൂദ്, ഷജീബ് ഭുയാൻ, മഹ്ഫൂജ് ആലം, നഹീദ് ഇസ്ലാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ചേർന്നപ്പോൾ ഉസ്മാൻ ഖാദി നോ പറഞ്ഞു. ഹസ്നത്ത് അബ്ദുള്ള, സജ്ജീസ് ആലം എന്നിവരടങ്ങിയ മറ്റൊരു വിഭാഗം നാഷണൽ സിറ്റിസൺ പാർട്ടിക്ക് രൂപം നൽകിയപ്പോൾ ഖാദി അവരോടും നോ പറഞ്ഞു. നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ രൂപപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവാണ് കഴിഞ്ഞ ദിവസം
ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഹ്വാനം നടത്തിയത്. പുള്ളിക്ക് രജനീകാന്ത് പറഞ്ഞതുപോലെ എൻ വഴി തനി വഴിയായിരുന്നു. ഹാദി തന്റെ സഹയാത്രികരായ സിയാവുൾ ഹസൻ, റാഫെ സൽമാൻ റിഫാത്ത്, അഫ്രോജ തുലി എന്നിവർക്കൊപ്പം ചേർന്ന് ഇൻകിലാബ് കൾച്ചറൽ സെന്ററും ഇൻകിലാബ് മഞ്ചയും രൂപീകരിച്ചു. രണ്ടും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, രണ്ടും സാംസ്കാരിക സംഘടനകൾ. നമ്മൾ ബംഗാളി രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ ഒരു കുഞ്ഞു കോപ്പി കാണാം. കോൺഗ്രസ് പോലെയൊന്ന്, BJP പോലെയൊന്ന്. അവാമി ലീഗും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഈ രണ്ട് കക്ഷികളാണ് പ്രധാനം. ഇവർ മാറി മാറി ഭരിക്കുന്നിടത്തേക്കാണ് പുതിയ യുവരക്തങ്ങളുടെ കടന്നു വന്നിട്ടുള്ളത്. അവിടെ സിറ്റിസൺ പാർട്ടി ഉണ്ട്, മുഹമ്മദ് യൂനിസിനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സംഘമുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ വേണം ഹാദിക്ക് തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ. അതിന് പറ്റിയ ഏൽക്കുന്ന സാധനമാണ് ഇന്ത്യ വിരുദ്ധത. ഹസീനയെ തലപോകാതെ സംരക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് എന്നതിനാൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും ഭംഗിയായി ഇന്ത്യ വിരുദ്ധത പറയുന്നവന് കൂടുതൽ മാർക്ക്. ഹസീന ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ സാംസ്കാരിക ഫാസിസം അടിച്ചേൽപ്പിച്ചു എന്ന് ഹാദി പ്രചരിപ്പിച്ചു. നോക്കൂ, സിനിമ മുഴുവൻ ഇന്ത്യൻ, ബുക്സ് ഇന്ത്യൻ, ഡെമോക്രസി ഇന്ത്യൻ, എല്ലാം ഇന്ത്യമയം. ഇതല്ലേ കൾച്ചറൽ ഹെഗിമണി? പുള്ളി ചോദിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനം ബംഗ്ലാദേശിന് തനിമയെ ഇല്ലാതാക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. അടുത്തതായി ഹാദി ഇറക്കിയ നമ്പരാണ് ഇന്ത്യ ഔട്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ. ഇത് മാത്രമല്ല, ഇന്ത്യയും ഇന്ത്യക്കാരെയും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന പരാമർശങ്ങളും ഹാദി നടത്തിക്കൊണ്ടിരുന്നു. ബംഗ്ലാദേശിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നു എന്നാരോപിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഹാദി 7 സിസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി പുള്ളി പറഞ്ഞു, ബംഗ്ലാദേശിൽ അശാന്തി ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ പകരമായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദികളെ സഹായിച്ചും മറ്റും അശാന്തി ഉണ്ടാക്കാൻ ഞങ്ങൾക്കും കഴിയും. 7 സിസ്റ്റേഴ്സ് സ്വതന്ത്രമാകും. ഇത് തീർച്ചയായും ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്, പക്ഷേ ഡിറ്ററൻസ് ആണ്. ഉദാഹരണമായി പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും കഴിഞ്ഞപ്പോൾ ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞു, ഇനി തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ സംഭവിച്ചാൽ അത് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്ന യുദ്ധമായി കണക്കാക്കി ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന്. ഇത് ഡിറ്ററൻസ് ആണ്, ശത്രുവിനെ പേടിപ്പിച്ച് അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന തന്ത്രം. പക്ഷേ ഇത് രാജ്യം ഭരിക്കുന്നവർ തമ്മിലാണ് ചെയ്യാറ്. രാജ്യത്തെ വ്യക്തികളും സംഘടനകളും ഇതൊക്കെ ചെയ്താൽ ആ രാജ്യം നിയന്ത്രിക്കുക തന്നെ വേണം. പക്ഷേ രാജ്യത്തിൽ ഇപ്പോൾ ഒരു സംവിധാനമില്ല. ചുരുക്കത്തിൽ ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ട സമയത്ത് പുള്ളി മൊത്തം സിസ്റ്റത്തിന് എതിരാളിയായിരുന്നു. അവാമി ലീഗും ഹസീനയ്ക്കും എതിരെ, അധികാരത്തിൽ കണ്ണും വെച്ചിരിക്കുന്ന പ്രധാന പ്രതിപക്ഷമായ NCPക്കും എതിരെ, പുതിയ പാർട്ടിയായ സിറ്റിസൺ പാർട്ടിക്കും എതിരെ, നാട് താൽക്കാലികമായി ഭരിക്കുന്ന മുഹമ്മദ് യൂനസിനും എതിരെ. കൂടുതൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഹാദി പുതിയ ഒരു ബംഗ്ലാദേശിനും എതിരായിരുന്നു എന്നാണ്. അതെന്താണ് എന്ന് കൂടി നോക്കാം. 2024 ജൂലൈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം കുറെ കൊലകൾ മാത്രമായിരുന്നില്ല. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ലക്ഷ്യമിട്ടിരുന്നു. അതിനായി ഒരു രാഷ്ട്രീയ രേഖയും അവർ സമർപ്പിച്ചു. അതാണ് ജൂലൈ ചാർട്ടർ. ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പായിരുന്നു അത്. അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഒരു മാപ്പ്, ഒരു ചാർട്ട് മാപ്പ്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കുക. 1, ജനാധിപത്യ പരിഷ്കരണം, ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിച്ച് കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുക. 2, പ്രധാനമന്ത്രിയുടെ കാലാവധി 2 തവണയായി പരിമിതപ്പെടുത്തുക എന്നതാണ്. ഒരേ വ്യക്തി ദീർഘകാലം അധികാരം കൈയാളുന്നത് തടയാനാണിത്. 3, മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക. 4, ജൂലൈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നിയമപരിരക്ഷ നൽകുക. രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഉസ്മാൻ ഹാദി അതിനും ഉടക്കുവെക്കാൻ ശ്രമിച്ചു. ഈ ചാർട്ടർ അംഗീകരിക്കാൻ മറ്റൊരു റഫറൻഡം വേണം എന്ന് പുള്ളി പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരാറായപ്പോൾ പുള്ളി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു മണ്ഡലം തെരഞ്ഞെടുത്തു, ധാക്ക 8 മണ്ഡലം. ഇവിടെ പുള്ളി ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വെടിയുണ്ട വന്ന വഴി മനസ്സിലാകും. അവിടെ മത്സരിക്കുന്നത് പ്രധാന കക്ഷിയായ BNPയുടെ നേതാവും മുൻ മന്ത്രിയുമായ മിർസെ അബ്ബാസിനെതിരെയാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഉസ്മാൻ ഹാദി ഒരു ജിഹാദിയായിരുന്നോ? പൊതുവെ കാണപ്പെടുന്ന ജിഹാദികളെ വെച്ച് കമ്പയർ ചെയ്താൽ അല്ല. ഒരു സാധാരണ ഇസ്ലാമിക രാഷ്ട്രീയക്കാരനേക്കാൾ പുരോഗമന സ്വഭാവം പുള്ളി സ്വീകരിച്ചിരുന്നതായി കാണാം. ഹാദിയുടെ സംഘടനയുടെ ഇൻകിലാബ് മഞ്ചിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന സഹപ്രവർത്തകരിൽ ഒരാളായ അഫ്രോജ തുല ഒരു സ്ത്രീയായിരുന്നു. എങ്കിലും ആധുനിക സമൂഹം ഇത് മനസ്സിലാക്കുന്ന ലിംഗസമത്വമായിരുന്നില്ല പുള്ളിയുടെ ലിംഗസമത്വം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായി സ്ത്രീധർമ്മത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. LGBTQ അവകാശങ്ങൾ പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുരോഗമനം ഒരു പ്രത്യേക സൈസ് പുരോഗമനമായിരുന്നു. എങ്കിലും ജിഹാദികൾ വാഴുന്ന നാട്ടിൽ ഇതൊരു പുരോഗമനം തന്നെ. എന്നാൽ ഹാദിയെ ഒരു സാധാ ജിഹാദിയിൽ നിന്ന് വേർതിരിക്കുന്നത് ഇതൊന്നുമല്ല. അത് ഇൻക്ലൂസീവ്നെസ് ആണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിലപാട്. കടുത്ത ആരാധനയായിരുന്നു ഹാദിക്ക് കാസി നസ്രുൽ ഇസ്ലാമിനോട്. നൂറുകണക്കിന് ഹിന്ദു ഭക്തിഗാനങ്ങളെ രചിച്ച നസ്രുൽ ഇസ്ലാമിനെ ആരാധിക്കുന്ന വ്യക്തി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണല്ലോ അർത്ഥം. ഹാദിയെ ഇപ്പോൾ സംസ്കരിച്ചു തന്നെ കാസി നസ്രുൽ ഇസ്ലാമിൻ്റെ കല്ലറയ്ക്ക് തൊട്ടടുത്താണ്. ഹാദി പൂർണ്ണമായും അർത്ഥത്തിൽ ഒരു ജിഹാദി ആയിരുന്നില്ല എന്നതിന് വേറെ തെളിവ് തപ്പിപ്പോകേണ്ട കാര്യമില്ല. സജീവിൻ്റെ കുറിപ്പ് വാസ്തവത്തിൽ ആരാണ് ഈ ഹാദി എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ സാധാരണക്കാർക്ക് നൽകുമെന്നതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. കടുത്ത ഇന്ത്യ വിരുദ്ധതയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുത്ത് നിലവിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവരെയും അവർ പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ അട്ടിമറിക്കാൻ നടത്തിയ ഹാദിക്ക് ചരിത്രം കൊടുത്ത തിരിച്ചടിയാണ് ഈ മരണം. ആ മരണത്തിൽ ഖേദിക്കാനോ സഹതപിക്കാനോ ശ്രമിക്കുന്നവർ മറന്നു പോവരുത്, നമ്മൾ ഇന്ത്യക്കാരാണെന്ന കാര്യം.